ഈ കേക്ക് ഉണ്ടോ? ഈ കേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സ്പെഷ്യലാണ്. ഞാൻ അങ്ങനെ സ്വീറ്റിനടുത്ത് ക്രേസ് ഉള്ള ഒരാളൊന്നും അല്ല. എന്നാലും ഈ കേക്ക് എനിക്ക് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ സ്വീറ്റ്നെസ് ഉള്ള കേക്കാണ്. അത് കേക്കിന്റെ ടേസ്റ്റ് കൊണ്ടല്ല, കാരണം ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളെ ചാനല്, അതായത് നമ്മുടെ ഈ കുട്ടി ഫാമിലി 50 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത്, അപ്പം ആക്ച്വലി 53 എന്നാലും അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. പലർക്കും 50 കേൾക്കുമ്പം ഇതൊരു ചെറിയ നമ്പർ അല്ലേ, ഇതിനിപ്പോ ഒരു പേസ്ട്രി ഒക്കെ വാങ്ങി തിന്ന് സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നുമായിരിക്കും. എന്നാലും അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ എനിക്ക് 50 എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ നമ്പറാണ്, ഒത്തിരി സ്പെഷ്യലാണ്. കാരണം ഞാൻ മുന്നേ എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു 3-4 പേരെടുത്ത് മാത്രം പറഞ്ഞിട്ട് അവര് മാത്രം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണിത്. അപ്പം പലർക്കും 10 ദിവസം 20 ദിവസത്തിലൊക്കെ 10K 20K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരുന്നവരൊക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതായത് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. മേ ബി എനിക്ക് ഒത്തിരി പയ്യായിരിക്കും പോകുന്നത്, കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ, ഒരുപാട് അങ്ങനെ ഞാൻ നന്നാവുന്ന കാണുമ്പം, അല്ലെങ്കിൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പോൾ കൂടെ സന്തോഷിക്കുന്ന ഒത്തിരി പേരൊന്നും ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ 50 ഇത്രയും പെട്ടെന്ന് കണ്ടപ്പം എനിക്കൊരു സന്തോഷമായി. അതായത് ഞാനിപ്പം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസം അടുപ്പിച്ചായി. അപ്പൊ ഞാൻ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു, മേ ബി ഒരു വർഷത്തിലെങ്കിലും ഒരു 100 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഇതിപ്പം ഒരു വർഷത്തിൽ 100 ആവുമോന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഈ ഒരു ടൈം സ്പാനിൽ എനിക്ക് 50 കിട്ടിയത് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്ത അത്രയും പേര് ഈ വീഡിയോ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത്. കാരണം ഇതെനിക്ക് ഒരു മിനിറ്റ് ഷോർട്സിൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഹാപ്പി, അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ് ഞാൻ. നിങ്ങളുടെ അടുത്ത് എനിക്ക് ആ സന്തോഷം അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടായിരുന്നെ. അപ്പൊ അത് ഷോർട്സിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഐ ഹോപ്പ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഈ വീഡിയോ കിട്ടണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളു. അപ്പം അതായിരുന്നു മെയിൻ കാര്യം. ഈ കേക്കും വാങ്ങിയത് അതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് എനിക്കൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമെന്നുണ്ട്. പക്ഷെ അത് പറ്റാത്തത് കൊണ്ട്, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേറെ മീഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു കുഞ്ഞു പേസ്ട്രി വാങ്ങി നമുക്ക് എല്ലാവർക്കും തിന്നുന്ന നമുക്ക് വിർച്വൽ ആയിട്ട് അങ്ങ് ഇമാജിൻ ചെയ്യാന്നല്ലാതെ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സംഭവം ഞാൻ നല്ല ഹാപ്പിയാണെന്നുള്ളത്, എന്റെ ഹാപ്പിനെസ് കണ്ട് അത് ഷെയർ ചെയ്ത് അത് എൻജോയ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരുടെ കൂടെ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളു. കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാനൽസിലുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നല്ലതായിട്ടൊക്കെ ചെയ്യുമ്പം അവരുടെ കൂടെ എനിക്കും ഒരു ഹാപ്പിനെസ് ഫീൽ ആവും. ഞാനും അതിലൊരു പാർട്ടാണെന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കൊണ്ട്. ഞാൻ കരുതി എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടെങ്കിൽ നല്ലയല്ലേ, നിങ്ങളും ഒന്ന് സന്തോഷിക്കുമല്ലോ ഇത് കാണുമ്പം. നിങ്ങളെ കാരണം ഒരാള് സന്തോഷിക്കുന്നുണ്ട് ഈ ലോകത്തിൽ തന്നെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ പ്രതീക്ഷകളൊന്നും വെക്കാഞ്ഞത്, എന്റെ ഈ കോളേജ് വരെയുള്ള ലൈഫിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി നന്നായിട്ട് നിന്നിട്ടും എന്റെ അടുത്ത് തിരിച്ച് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് പോയ ഫ്രണ്ട്സ് എനിക്കുണ്ട്. നമ്മളെ പറ്റി വേറൊരാളുടെ അടുത്ത് പോയി കൊള്ളാത്തത് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ബാക്ക് സ്റ്റാബിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ പരിപാടി. പിന്നെ നമ്മുടെ അടുത്ത് വന്ന് നന്നത് മാത്രം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി അല്ലാതെ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ പോലും അറിയാതെ എനിക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടായി. ഞാൻ ആക്ച്വലി നല്ല ജോവിയലായിട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടായ ശേഷം ഞാൻ കുറച്ചും കൂടെ ഒന്ന് പുറകോട്ട് വലിയാൻ തുടങ്ങി. അതായത് എല്ലായിടത്തും സംസാരിക്കണോ, ഇല്ലെങ്കിൽ ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കണോ, ഇവരെങ്ങനെയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് തോട്ട്സ് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഞാനിപ്പോ പറയുന്നത് പോലെ ഫീൽ ആയ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ പറയണേ എന്ന് പറഞ്ഞാലും ആരും അങ്ങനെ ഒന്നും കമന്റ്സിൽ പറയാറില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഒരു കമന്റ് വരാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് ചില കാര്യങ്ങൾ ഒരു ക്യൂരിയോസിറ്റി കാണും, നമ്മളെ പോലെ ഫീൽ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ കാണുമോന്ന്. ആ ഒരു ബേസിസിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. ഇനി എന്റെ കഷ്ടകാലത്തിന് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ട് സർക്കിളിൽ വന്നവർ മാത്രമാണോ ഇങ്ങനെ ആയിപ്പോയെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷകൾ ഒരു കാര്യങ്ങളിലും ഇല്ലായിരുന്നു. ഈ 3-4 പേരെ വെച്ച് തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. 10 പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ സന്തോഷിക്കുന്ന കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്നായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത അത്രയും പേരും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇത് കാണുന്ന അത്രയും പേരും, നിങ്ങളുടെ ടൈം എടുത്ത് നിങ്ങൾ ഇത് കാണുന്നത് കൊണ്ട് നിങ്ങൾ ഇത്രയും പേരും ഒക്കെ ഇങ്ങനത്തെ മനുഷ്യരും ഉണ്ടെന്നുള്ളൊരു പോസിറ്റിവിറ്റി, ഒരു ഹോപ്പ്, ഒരാൾ സന്തോഷിക്കുമ്പോൾ കൂടെ സന്തോഷിക്കാൻ അറിയാവുന്ന ആൾക്കാർ നമ്മൾ മാത്രമല്ല, നമ്മളെ പോലെ ഒത്തിരി പേര് ഉണ്ടെന്നുള്ളൊരു
ഒരു നല്ല കാര്യമാണ് അത് അറിയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇല്ലേന്ന് ആലോചിച്ചിരിക്കുന്ന എന്നെ പോലത്തെ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പം അല്ലെങ്കിൽ കാണുമ്പം ഒരു വല്ലാത്ത സന്തോഷം വരും, ഒരു കുളിർമ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേക്ക് വാങ്ങിയത്. പിന്നെ എനിക്ക് ഇതെന്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് ഈ ചാനലിന്റെ. ഹാഫ് സെഞ്ചുറി അടിച്ചില്ലേ, വലിയ കാര്യമല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എവിടെ 50 കണ്ടാലും പറയും ഹാഫ് സെഞ്ചുറിന്ന്, എവിടെ 25 കണ്ടാലും പറയും സിൽവർ ജൂബിലിന്ന്. അപ്പം അത് കണക്കത്തെ ഒരു സംഭവമാണ് എനിക്കിത്. നിങ്ങൾക്കൊക്കെ എങ്ങനെ താങ്ക്സ് പറയണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഫോർ അവർ ഗ്രേറ്റ്ഫുൾ ആൻഡ് ലവ് യു ഓൾ ഫോർ ബീങ് സോ ജെന്യുവിൻ. അപ്പോ വേറെ ഒന്നും ഇല്ല. ഇത് പറയാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇട്ടത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ സന്തോഷിച്ചോ, നിങ്ങൾ എന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തോ. നിങ്ങൾക്ക് തരാൻ പറ്റാത്ത കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ കാണിച്ച് കഴിക്കുന്നത്. തരാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ സത്യമായിട്ടും തന്നേനെ. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് നിങ്ങളെ കൊണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പക്ഷെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. കാരണം നമുക്ക് മനസ്സുകൊണ്ട് തോന്നിയാലല്ലേ നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇത് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഞാൻ കഥ പറഞ്ഞ് കുറെ ആയെന്ന് തോന്നുന്നു. കഴിക്കാം. ഇത് ഫസ്റ്റ് ബൈറ്റ്. ഈ ബൈറ്റ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഈ ഡേ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ കൂടെ തന്നെ കുറെ കമന്റ്സ്, എനിക്ക് ഒരുപാട് കമന്റ്സ് ഒന്നും വരത്തില്ല. എനിക്കൊരു 5-6 കമന്റ്സേ ഇതുവരെയും വന്നിട്ടുള്ളൂ ഇത്രയും മാസത്തിലും. കമന്റ്സ് എല്ലാം, ഈ കമന്റ് ചെയ്ത എല്ലാവരും എനിക്ക് നല്ല സ്പെഷ്യലാണ്. നിങ്ങൾ ആരെങ്കിലും ഈ കമന്റ് ചെയ്ത ആരെങ്കിലും തന്നെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കമന്റ് ചെയ്തതെങ്കിലും ഇറ്റ്സ് ഓക്കെ. കാരണം ആ കമന്റ്സും എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആരെയൊക്കെ കാരണം സന്തോഷിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ കാരണം ഞാൻ നന്നായിട്ടിരുന്നിട്ടുണ്ടോ, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾ എല്ലാവരും അതിന്റെ ഒരു റീസൺ ആണ്. നിങ്ങൾ മാത്രമാണ് അതിന്റെ റീസൺ. അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കണ്ടെന്നൊരു കമന്റ് ഇട്ടേക്കണേ. കണ്ടെന്നോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഇട്ടേക്കണേ. ഒരു സന്തോഷത്തിനാണ്. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങളും ഹാപ്പി ആയി എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, നമുക്കിനി ഇരുന്ന് കേക്ക് കഴിക്കാം. ഞാൻ ഈ കേക്ക് കഴിക്കുന്ന മുഴുവൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനും കുറച്ച് പാടല്ലേ, അവിടെ നിർത്താന്ന് കരുതുന്നു. എനിക്ക് 3 നമ്പർ ഭയങ്കര ഇഷ്ടമായോണ്ട് ഇതെന്റെ 3rd ബൈറ്റ് ആണ്. ഞാൻ അതും കൂടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ ഇതുപോലെ വളരാം. ഇനി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ടുപോയി സബ്സ്ക്രൈബ് ചെയ്താൽ കുറച്ച് ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പെട്ടെന്ന് 100ഉം 250ഉം 500ഉം 1000 ഒക്കെ എത്താൻ പറ്റട്ടെ എന്ന് നമുക്കൊരു ഹോപ്പ് വയ്ക്കാം അല്ലേ. ഇത്രയും നല്ല മനുഷ്യരൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. അപ്പൊ ശരി, ഓക്കെ, ബൈ.